മന്നേ നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് മന്നേ എന്നൊക്കെ നമ്മൾ പണ്ട് ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞതുപോലെ, അതായത് സ്വർണ്ണക്കടത്ത് നടത്താം. പക്ഷേ അങ്ങനെ ഇന്ന് റിലീസായ ഖലീഫ എന്ന സിനിമ കണ്ടിരുന്നു. നമ്മുടെ സംവിധാനം വൈശാഖാണ്. പിന്നെ നമ്മുടെ സ്വന്തം രാജേട്ടനാണ് ഇങ്ങനെ കേന്ദ്ര കഥാപാത്രം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ തീം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു. ട്രെയിലർ, പിന്നെ പല പല അപ്ഡേറ്റ്സ് നിന്ന്. പിന്നെ വളരെ ഫ്രഷ് കഥയാണ് ഈ സിനിമയുടേത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതായത് നല്ലവനായൊരു ഉണ്ണി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഫ്രഷ് സബ്ജക്റ്റാണ് മലയാള സിനിമയെ സംബന്ധിച്ചിട്ട്. പിന്നെ അദ്ദേഹം സാഹചര്യങ്ങൾ, സമ്മർദ്ദം മൂലം കുറച്ച് സ്വർണ്ണക്കടത്തൊക്കെ ആവാം, പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങൾ, സമ്മർദ്ദം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമോഷണൽ ഒരു ടച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ പെടുത്തിയതാണ്. കാരണം ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ഒരു കുടുംബത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പെടുത്തിയതാണ്. അപ്പോൾ പിന്നെ എന്തായാലും നനഞ്ഞിറങ്ങി പിന്നെ കുളിച്ച് കയറാം എന്നുള്ള ആ ഒരു ഒരു മോഡലാണ്. എല്ലാം ഫ്രഷ് സബ്ജക്റ്റാണ്. അപ്പം ആ ഒരു മോഡലിലേക്ക് പോകുന്നു. അപ്പം അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പം നല്ലവനായ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അതായത് അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മലബാറിൻ്റെ മഗ്രാത്ത്, അതായത് ഒന്നുമല്ല, ഈ സിനിമയിൽ അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ബൗളറാണ്. അപ്പോൾ മലബാറിൻ്റെ മഗ്രാത്ത് എന്നൊക്കെ അത് ഒരു തമാശയായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വരുന്നു. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഫ്രഷ് സബ്ജക്റ്റായ നല്ലവനായ ഉണ്ണി ടേൺസ് നനഞ്ഞിറങ്ങി കുളിച്ച് കയറാം, എന്നാൽ പിന്നെ ഇങ്ങനെ ഇതിലേക്ക് കിടക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു ആദ്യ പകുതിയാണ്. അപ്പം വളരെ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും ഒക്കെ കണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ ഒരു ഫസ്റ്റ് ഹാഫിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയ്ക്ക് കുറേ എലവേഷൻ സീനുകൾ വരുന്നുണ്ട്. എലവേഷൻ സീനുകളെല്ലാം പക്ഷേ അത് പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിനെ കേന്ദ്രീകരിച്ചല്ല വരുന്നത്. മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്നുള്ളൊരു കഥാപാത്രം, അതായത് പണ്ട് വിറപ്പിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിനെ പൊക്കി പറയാനായിട്ട് കൂടുതൽ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം, അതായത് പുലിമുരുകനിൽ നമ്മുടെ തള്ളു മൂപ്പൻ്റെ ഒരു കഥാപാത്രത്തിന് പകരം ഇവിടെ ഇന്ദ്രൻസ് പൃഥ്വിരാജിനൊന്ന് മൂട്ടി വരണം. അതുപോലെ തന്നെ നമ്മുടെ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്നുള്ളൊരു കഥാപാത്രത്തിനൊന്ന് എലവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രൻസിൻ്റെ, അതായത് പ്രത്യേകിച്ച് പിന്നെ പുള്ളിക്ക് റോളൊന്നും ഇല്ല അതിനകത്ത്. അപ്പോൾ അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ എന്തെങ്കിലും ആയിക്കോട്ടെ, മാമ്പറയ്ക്കൽ അഹമ്മദ് അലി ഒരു ഭയങ്കര സംഭവമാണ്. കാരണം മിസ്സസ് ഗാന്ധി, അതായത് അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഒരു പറയുന്ന ഒരു ടൈം ലൈൻ വെച്ചിട്ട് ഒരു 70 ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ട് 4 സ്വർണ്ണ കള്ളക്കടത്തുകാരുണ്ടായിരുന്നു. അതിൽ 3 പേരെയും ഒരു പ്രത്യേക നിയമങ്ങൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പൂട്ടാൻ കഴിഞ്ഞു. പക്ഷേ 4ാമത്തെ ആളെ പൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. മിസ്സസ് ഗാന്ധി ആരാണ് അന്നത്തെ കാലത്ത്, അവർക്ക് പോലും അത്രയും പ്രശ്നം ഉണ്ടാക്കിയ. കാരണം നമ്മൾ പെട്ടെന്ന് KGF റോക്കി ബൈ, പിന്നെ KGF റോക്കി ബൈ എന്ന് പറയുമ്പോൾ ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. അവിടെ പിന്നെ ഇന്ദിരാഗാന്ധിനെ ആണെന്നൊന്നും പറയുന്നില്ല, കാരണം അവരെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളെന്ന് പറയും. പക്ഷേ ഇതിനകത്ത് മിസ്സസ് ഗാന്ധി എടുത്ത് പറയുന്നുണ്ട്. അപ്പം അത്രത്തോളം കൊടൂര ഒരു എലവേഷൻ ഹൈപ്പാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ. നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ, മാമ്പറയ്ക്കൽ അഹമ്മദ് അലി വരുമ്പോഴത്തേക്കും പൊളിച്ചെടുക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു സംഭവം വരാനിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടിപ്പിക്കൽ ഒരു തെലുങ്ക് സിനിമയുടെ ട്രാക്കിലേക്ക് പോകുന്നുണ്ട്. പണ്ട് നമ്മൾ ബോളിവുഡ് സിനിമകളിൽ കണ്ട് മടുത്ത ഐറ്റംസും പിന്നെ ടോളിവുഡ് തെലുങ്ക് സിനിമകളിൽ കണ്ട ഒരു ഐറ്റമൊക്കെ ആയിട്ട് അങ്ങനെ എന്തൊക്കെയോ പോകുന്നു ട്രാക്കിലൂടെ. എന്തെങ്കിലും ആയിക്കോട്ടെ, നല്ലവനായ ഉണ്ണി, പിന്നെ അവിടെ കുറേ ഇമോഷണൽ കഥാപാത്രം, പിന്നെ അയാൾ പിന്നെ വീണ്ടും, അതായത് ഈ ബാധ്യതകളെല്ലാം തീർത്തതിന് ശേഷം ഞാൻ വീണ്ടും നല്ലവനായ ട്രാക്കിലേക്ക് വരും കേട്ടോ എന്നുള്ള ഒരു ഇതെല്ലാം ഫ്രഷ് കഥയാണ്. അങ്ങനെ പോകുന്നു. പിന്നെ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളി പിന്നെ വേറൊരു ട്രാക്കിലേക്ക് പോകുന്നു. അതായത് മന്നേ നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് മന്നേ എന്നൊക്കെ നമ്മൾ പണ്ട് ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞതുപോലെ, അതായത് സ്വർണ്ണക്കടത്ത് നടത്താം, പക്ഷേ നർക്കോട്ടിക്സ് ഡ്രഗ്സ് മന്നേ ഈ ഒരു പരിപാടിയാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ അപ്പം അങ്ങനെ കുറേ അതിൻ്റെ ഒരു പരിപാടി കേട്ടൊക്കെ അങ്ങനെ കുറേ 2ാം പകുതി പിന്നെ എന്തൊക്കെയോ കെട്ടുവിട്ട പട്ടം പോലെ എവിടെയൊക്കെയോ സിനിമ ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ ആയിട്ട്. അപ്പോഴും നമ്മൾ വിചാരിക്കും അഹമ്മദ് അലിയുടെ എന്തെങ്കിലും, മാമ്പറയ്ക്കൽ അഹമ്മദ് അലി ഇത്രയും വലിയ സംഭവമല്ലേ, അപ്പം പുള്ളിയുടെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പിന്നെ ടിപ്പിക്കൽ നമ്മൾ തെലുങ്ക് സിനിമകളൊക്കെ കളിയാക്കുന്നവർ പിന്നെ ഈ സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ വീണ്ടും ഇതുപോലുള്ള ടിപ്പിക്കൽ തെലുങ്ക് സിനിമകളെ കളിയാക്കാൻ അവർക്ക് യാതൊരു അധികാരമില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, അവസാനം ക്ലൈമാക്സിലേക്ക് എടുക്കുന്നത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു എക്സ്പെക്റ്റേഷനിൽ നിൽക്കുന്ന ഒരു കൊടൂര ഹൈപ്പ് ഒക്കെ ഒരു കഥാപാത്രം വരുന്നു. സംഭവം ഈ സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ചെന്ന കഥാപാത്രം നമുക്കറിയാം. അദ്ദേഹം നല്ല രീതിയിൽ എഫർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കഥാപാത്രം വേണ്ടി വരുന്നത് രഞ്ജി പണിക്കരാണ്. രഞ്ജി പണിക്കറിൻ്റെ അച്ഛൻ ആണ് നമ്മുടെ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി.
അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ എന്താണ് അപ്പം ബാക്ക് സ്റ്റോറി എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 70കളിൽ ആണെങ്കിൽ അതും ഭയങ്കര ക്ലീശയാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അങ്ങ് പഴയത് കാണിച്ചിരുന്നെങ്കിൽ ക്ലീശയായി, ഇപ്പം ഇത് പുതിയതാണ് കാണിച്ചത്, ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ കാണിച്ചു വന്നപ്പോഴത്തേക്കും ഒരു സന്തൂർ മുത്തച്ഛനായിട്ട് ഒരാളെ കൊണ്ടുവന്ന് കാണിക്കുന്നു. പുള്ളീനെ നമ്മൾ സ്ഥിരം കാണുന്ന എല്ലാ സിനിമകളിലും റിയൽ ലൈഫിലും കാണുന്ന തന്നെ കുറച്ച് ഇത് വെച്ചിട്ട്, പിന്നെ അതിൻ്റെ ലോജിക്കായിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങിയേക്കാം. കാരണം ശൈശവ വിവാഹം പണ്ട് മഹാത്മാഗാന്ധിജി 12ാം വയസ്സിൽ വിവാഹം കഴിച്ച പോലെ ആയിരിക്കും ഇദ്ദേഹം 12ാം വയസ്സിൽ 13ാം വയസ്സിൽ വിവാഹം കഴിച്ചായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഏജിക്ക് ഇത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ന്യായീകരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ സിനിമകളിൽ ന്യായീകരണം വേണ്ട എന്ന് പറയുന്നവരുണ്ടാവും. എന്തൊക്കെയായിരുന്നാലും എന്തൊക്കെയോ അൽക്കുലത്ത് പരിപാടികളൊക്കെ ഒരു അവസാനം കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് എന്തായാലും തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പാണ്. കാരണം മലയാള സിനിമ തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സ്കാമാണ് പരിപാടി. അപ്പം എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്രഷ് കഥയും ഫ്രഷ് തിരക്കഥയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് തിയേറ്ററിലിരുന്ന് അവിഞ്ഞ് ആണ് പുറത്ത് ഇറങ്ങിയത്. പിന്നെ ഫാൻസിന് വേണ്ടിയിട്ട് ഫാൻസിനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ കാണും. പക്ഷേ എന്തൊക്കെയായിരുന്നാലും പൃഥ്വിരാജിൻ്റെ ഒരു എന്താ പറയുക പൃഥ്വിരാജ് നല്ല രീതിയിൽ എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമകളിൽ പിന്നെ നമ്മൾ കഥയ്ക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഒന്നും ചെയ്തിട്ട് എന്തൊക്കെ എടുത്തിട്ട് ആരൊക്കെ എന്തൊക്കെ എഫേർട്ട് എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കുറേ നടികളൊക്കെ മറ്റ് നടന്മാർക്കൊന്നും യാതൊരു ചുമ്മാ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു നടിയെ ഇറക്കിയിട്ടുണ്ടല്ലോ, ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ചിട്ട്. എടുത്ത് പറയത്തക്ക പെർഫോമൻസ് അഭിനയം മുഹൂർത്തങ്ങളോ ഒന്നുമില്ല ഇതിനകത്ത്. എല്ലാം ഈ ഒരു ഫ്രഷ് കഥയായതുകൊണ്ട് തന്നെ എല്ലാം അതിൻ്റെ ഒഴുക്കിലങ്ങ് പോകുന്നുണ്ട്. എല്ലാം വെച്ചിട്ടൊരു എന്ത് പറയുക, നമ്മുടെ കൂടുതലൊന്നും പറയാനില്ല. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് ചിലർ പറയാറുണ്ട്. അതുപോലെയാണ് ഒരു പ്രമുഖ നടൻ്റെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പുള്ളീനെ ഉപജാപക സംഘത്തിൽ നിന്ന് മാറണം എന്നൊക്കെ ആൾക്കാർ പറയും. അതുകൊണ്ടാണ് പുള്ളി പലയിടത്തും പോയി തല വയ്ക്കുന്നത് എന്നൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷേ ഇപ്പോഴും പുള്ളിയുടെ ആ ഒരു ഉപജാപക സംഘത്തിൻ്റെ ഇടയിലാണെന്ന് തോന്നിപ്പോകുന്നത്. അല്ലെങ്കിൽ പുള്ളി ഒന്ന് മൂട്ടി വിട്ടെടുക്കുക, പുള്ളി ഒന്ന് തല കാണിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. കാരണം ഈ ഇടയ്ക്ക് അത് പിന്നെ പോട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബ കാര്യം, അവരുടെ സ്വന്തം പ്രൊഡക്ഷൻ കാര്യങ്ങൾ കേട്ടോ, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പം നമ്മുടെ നല്ലവനായ ഉണ്ണി ടേൺസ് സ്വർണ്ണക്കടത്ത്. പിന്നെ ഇതിന് സിനിമയുടെ ഇടയിൽ വേറൊരു കാര്യം പറയാനുണ്ട്. സിനിമയുടെ ഇടയ്ക്ക് നമ്മുടെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണ്ണക്കടത്ത്. അപ്പം നമ്മൾ റിയൽ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് മാത്രമല്ല, അത് ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായ സ്വന്തം നേതാവ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു പൊളിറ്റിക്സ് അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ വൈസിലേക്ക് അത് കൂടുതൽ അങ്ങനത്തെ രീതിയിലൊന്നും സിനിമ പോകുന്നില്ല. എന്നാൽ അവർക്കിട്ടൊരു കൊട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിപ്ലോമാറ്റിക് പാക്കേജ് കാര്യങ്ങൾ അതേ കഥാപാത്രത്തിന് അനുസ്മരിപ്പിക്കുന്ന രീതിയിലൊരു കഥാപാത്രം വരുന്നുണ്ട്. അതെല്ലാം ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടെന്നേ ഉള്ളൂ. ഇടതുപക്ഷത്തിനുള്ളൊരു കൊട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പം ഇതൊക്കെയായിരുന്നു ഖലീഫയെക്കുറിച്ചിട്ടുള്ള ഫാൻസിന്, അന്തം ഫാൻസിന്, അതായത് ഈ പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൈയടിക്കാനായിട്ട് ചിലപ്പം കാണുമായിരിക്കും. അല്ലാതെ വേറുള്ളവർക്ക് വെറും ഒരു പ്ലെയിനായിട്ട് പോകുന്ന ഒരു സിനിമ അത്രയേ ഉള്ളൂ.